ത്രിയേക ദൈവത്തിന് സ്തുതി. ക്രിസ്തുവേശുവിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ശ്രദ്ധയും ഊർജവും പല വഴികളിലേക്ക് ചിതറിപ്പോയി പകുതി മനസ്സോടെ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ ഒരു കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിയാതെ പലപ്പോഴും നമ്മൾ വിഷമിക്കാറില്ലേ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയും ഒരൊറ്റ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ച് എങ്ങനെ ആന്തരിക സമാധാനവും പുതിയ ഉണർവും സ്വന്തമാക്കാമെന്ന് പഠിപ്പിക്കുന്ന വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മർക്കോസ് 12:30-31 വചന ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായി ഒരു കൽപ്പനയുമില്ല എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭാഗമാണിത്. യേശുക്രിസ്തു തന്റെ ക്രൂശീകരണത്തിന് മുമ്പുള്ള അവസാന ആഴ്ചയിൽ യെരുശലേം ദേവാലയത്തിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അക്കാലത്തെ 600-ൽ പരം നിയമങ്ങളിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ച കർത്താവിനെ തടസ്സപ്പെടുത്താൻ വന്ന പരീശന്മാർക്കും പണ്ഡിതന്മാർക്കും മുമ്പിൽ കർത്താവ് ഈ ഉത്തരം നൽകുന്നത് ആചാരങ്ങളുടെ ഒരു വലിയ പട്ടിക നൽകുന്നതിന് പകരം മനുഷ്യ ജീവിതത്തിന് ഏറ്റവും വലിയ വിജയരഹസ്യം ഏതെന്ന് ഈ വചനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. വചനം നമ്മെ പഠിപ്പിക്കുകയാണ്, ഭാഗികമായ ശ്രമങ്ങളല്ല, പൂർണ്ണമായ സമർപ്പണമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കണം എന്നത് മാത്രമല്ല കർത്താവ് പറഞ്ഞത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് ആയിരിക്കണം എന്നും കൂടെയാണ്. നമ്മുടെ സമയം, നമ്മുടെ തീരുമാനങ്ങൾ, സ്വപ്നങ്ങൾ, ജീവിത ലക്ഷ്യങ്ങൾ എല്ലാം ദൈവഹിതത്തിന് അനുസരിച്ച് ആയിരിക്കണം. പൂർണ്ണ ഹൃദയവും ആത്മാവും നമ്മുടെ വികാരങ്ങളെയും ദൈവിക ലക്ഷ്യങ്ങളെയും ഉറപ്പിച്ച് നിർത്തുക. പൂർണ്ണമായിട്ട് കർത്താവിലേക്ക് സമർപ്പിക്കുക. പൂർണ്ണ മനസ്സും ശക്തിയും നിഷേധാത്മക ചിന്തകളെ മാറ്റി നിർത്തിയെന്ന് പൂർണ്ണ ബുദ്ധിയും കഴിവും കഠിനാധ്വാനവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൊടുക്കുക എന്നതാണ്. അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. യേശു പഠിപ്പിച്ച രണ്ടാമത്തെ കൽപ്പനയും ഒന്നാമത്തേതുപോലെ തന്നെ പ്രധാനമാണ്. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അയൽക്കാരൻ എന്നത് നമ്മുടെ വീട്ടിനടുത്ത് താമസിക്കുന്നതിന് മാത്രമല്ല, നമ്മുടെ കുടുംബം, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സഹായം ആവശ്യമുള്ളവർ, നമ്മെ വേദനിപ്പിച്ചവർ പോലും ഈ സ്നേഹത്തിന്റെ പരിധിയിൽപ്പെടുന്നു. സ്നേഹം വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാക്കേണ്ടത്. യഥാർത്ഥ ആത്മീയ സ്നേഹത്തിലൂടെയാണ് അളക്കപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ബൈബിൾ വായിക്കാം, ആരാധനയിൽ പങ്കെടുക്കാം, ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിൽ ആ ആത്മീയ ജീവിതം പൂർണ്ണമാകുന്നില്ല. ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും ഒരുമിച്ച് നാം കൊണ്ടുപോകേണ്ടവയാണ്. സ്നേഹമാണ് ലോകത്തെ മാറ്റുന്ന ഏറ്റവും വലിയ ശക്തി. പകയ്ക്ക് പകരം ക്ഷമ നൽകുന്നവൻ, സ്വാർത്ഥതയ്ക്ക് പകരം പങ്കുവയ്ക്കുന്നവൻ, വിമർശനത്തിന് പകരം പ്രോത്സാഹനം നൽകുന്നവൻ, ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. യേശുവിൻ്റെ ജീവിതം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. ക്രൂശിൽ പോലും അവൻ നമ്മെ സ്നേഹിച്ചു, ക്ഷമിച്ചു, രക്ഷ നൽകി. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ഇതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ കൽപ്പന. ഇന്ന് നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്താണോ? ഞാൻ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം ദൈവ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണോ? നമുക്ക് സ്നേഹത്തിൽ ജീവിക്കാം. കാരണം സ്നേഹമുള്ളിടത്ത് കർത്താവുണ്ട്. കർത്താവ് തൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും ആ സ്നേഹം ലോകവുമായി പങ്കിടാനുള്ള കൃപ നമുക്ക് നൽകുകയും ചെയ്യട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.